ഹായ്, ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഞാൻ നമ്മുടെ യൂട്യൂബിൽ ഇടുന്ന വീഡിയോസിൻ്റെ എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത് നമുക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് കണ്ടു ഒരു വീഡിയോയ്ക്ക് 300+ വ്യൂസ് കാണുന്നുണ്ട്. താനെ ഗ്രോ ചെയ്യുന്നൊരു തിങ്ങാണ് അതെന്ന് പറയുന്നത്. കാണുമ്പോൾ ഒരു സന്തോഷം. ഒരു 1-2 മാസത്തിന് മുന്നേ 10-15 വ്യൂ ഉണ്ടായിരുന്ന വീഡിയോസിന് റീച്ച് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നതിന് താങ്ക് യു ഫോർ ദ ട്രസ്റ്റ്. അത്രയും വാല്യുവബിൾ ഡേറ്റാസ് ഇല്ലെങ്കിൽ വാല്യുവബിൾ ഐഡിയാസ് ഷെയർ ചെയ്യുന്നതുകൊണ്ടായിരിക്കണം അങ്ങനെ വരുന്ന സന്തോഷം. ഇനിയും അങ്ങനെ തന്നെ തുടരാൻ തന്നെയാണ് ആഗ്രഹവും. ഓക്കെ, നമുക്ക് നമ്മുടെ വീഡിയോസിനുള്ളിലേക്ക് കയറാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സ് കുറവും വ്യൂ കൂടുതലും ആയി വരുന്നൊരു സിറ്റുവേഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഡേറ്റാസിലേക്ക് കടക്കാം. ഒന്നാമത്തത്, അലാസ്കയിൽ വെച്ചിട്ട് ഓഗസ്റ്റ് 15 നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയിൽ പുടിൻ ട്രംപ് ഒരു കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നുണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റ് ആയിരിക്കും. ഒരു ഇവൻ്റാണ്, നമ്മുടെ മാർക്കറ്റിനെ ഷൂക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും വലിയൊരു ഡേറ്റയാണ് അതെന്ന് പറയുന്നത്. സോ അത് നമ്മുടെ മാർക്കറ്റിന്, ഇന്ത്യൻ മാർക്കറ്റിന് ചിലപ്പോൾ ഒരു നല്ലൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളൊരു തിങ് ഉണ്ട്. സോ ആൾക്കാർ പൊസിഷൻ അങ്ങനെ തിങ്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് വരും മിനിറ്റുകളിൽ സംസാരിക്കാം. അപ്പോൾ ഇതാണ് അടുത്ത് വരാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈവൻ്റ് എന്ന് പറയുന്നത്. സോ അതിനനുസരിച്ച് നമ്മുടെ മൈൻഡിനെ പ്രിപ്പയർ ചെയ്യിക്കുക. ചിലപ്പോൾ ബാഡായിട്ടുള്ളൊരു തിങ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക. ഇത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ അതിനനുസരിച്ചിട്ട് പ്രിപ്പയർ ചെയ്യുക. കണ്ണുടച്ച് ഓടിപ്പോയി എല്ലാ സ്റ്റോക്കും മേടിച്ച് വയ്ക്കുക എന്നുള്ളതല്ല, ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മുടെ മാർക്കറ്റിലേക്ക് കടന്നാൽ ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ പിന്നിൽ കാണുന്ന ചാർട്ട് എന്ന് പറയുന്നത് നാസ്ഡാക്കിൻ്റെ ചാർട്ടാണ്. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. 23,600 എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ 26,600 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ അവസ്ഥ, അതുപോലെ ആൾക്കാരെല്ലാം ഹാപ്പി ആയിട്ട് അവരെല്ലാവരും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് നാസ്ഡാക്കിനെ കാണുന്നുണ്ട്. സോ അതാണ് ഓൾ ടൈം ഹൈ ബ്രീച്ച് ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുന്നത്. സോ അവിടെ അത്രത്തോളം പോസിറ്റിവിറ്റി ഉണ്ട്. സോ ആ പോസിറ്റിവിറ്റി, ഗ്ലോബൽ മാർക്കറ്റിലെ പോസിറ്റിവിറ്റി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. ചിലപ്പോൾ വരുമായിരിക്കാം, പക്ഷേ സ്ലോ ഗ്രോത്ത് ആയിരിക്കാം. കാരണം നമ്മുടെ എക്കോണമി അത്രയും, അവരുടെ എക്കോണമി ഓൾമോസ്റ്റ് തകർന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് അത് ഒന്ന് ബെറ്റർ ആകാനുള്ള സാധ്യത. കാരണം വരുമാനം വരുവാണല്ലോ ടാരിഫിലൂടെ. ഇന്ത്യയിൽ നിന്നൊക്കെ ടാരിഫ് കുറവായിരുന്നു. അപ്പോൾ വരുമാനം കൂടുന്നു എന്നുള്ളത് കാരണം എക്കോണമിയിലേക്ക് മണി വരും, അവരുടെ എക്കോണമി ബെറ്റർ ആകും എന്നുള്ളത് കൊണ്ടാണ് നാസ്ഡാക്ക് ഓൾ ടൈം ഹൈയിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ സിറ്റുവേഷനാണെങ്കിലും നമ്മുടെ റിസൾട്ട്സ് ഒന്നും അത്ര നല്ലതല്ലായിരുന്നു. നമ്മുടെ എക്കോണമിക് ഡേറ്റ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന എക്കോണമിക് ഡേറ്റ ഗുഡാണ് എന്നുണ്ടെങ്കിലും മൊത്തത്തിൽ കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ അത് കൺഫ്യൂസ്ഡ് ആണ്. ഇത്രയും കമ്പനികളുടെ റിസൾട്ട് നെഗറ്റീവാണ്, കമ്പനികളൊന്നും നന്നായിട്ട് പെർഫോം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ എക്കോണമി ബെറ്റർ ആകുന്നു എന്നുള്ളത് ഒരു കൺഫ്യൂസിങ് ഫാക്ടറാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കുന്നത്. അധികം വീഴുന്നുമില്ല. 24,000 ഈസ് ദ ബെസ്റ്റ് സപ്പോർട്ട് വി ക്യാൻ ഗെറ്റ്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്നുമില്ല. എന്നാൽ നമ്മൾ 25,000 എന്നുള്ള ബെസ്റ്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കയറി പോകാനും പറ്റുന്നില്ല. സോ നമ്മൾ സ്റ്റാഗ്നൻ്റ് ആണ്, സൈഡ് വൈസ് ആയിപ്പോയി എന്നുള്ളതാണ്. അത് മാറണമെങ്കിൽ എന്തെങ്കിലും ഒരു ഇവൻറ്റ് വരണം. ഐ തിങ്ക് ഈ ഒരു അലാസ്ക മീറ്റിംഗ് എന്ന് പറയുന്നത് ആ ഒരു ഇവൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ ഇത് ഇത്രയും ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ 4 മിനിറ്റായി. ഈ 4 മിനിറ്റിനിടയിൽ ഇത്രയും സമയം ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ അത് അത്രത്തോളം റിലവൻ്റ് ആണ് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ചാർട്ടിലേക്ക് കിടക്കാം. ഒരു മിനിറ്റ്. ഓക്കെ, ഇത് നമ്മുടെ നിഫ്റ്റിയുടെ കറണ്ട് ചാർട്ടാണ്. അപ്പോൾ നിഫ്റ്റി ഇപ്പോൾ ഇതൊരു ഫോളിംഗ് വെഡ്ജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ആ ഫോളിംഗ് വെഡ്ജ് സ്റ്റിൽ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഫോളിംഗ് വെഡ്ജിൻ്റെ എൻഡ് ഷാർപ്പായി വരുന്നുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ 24,440 എന്നുള്ള സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ ഒരു ഫൈനൽ ലൈനിൽ നിൽക്കുവാണ്. ഇത് ഇന്നെങ്ങാനും ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം നമ്മുടെ പൊസിഷൻസ്
വീക്കാവും എന്നുള്ളതാണ് അവിടുത്തെ കാൽക്കുലേഷൻ. ഓൾറെഡി അത് വീക്കാവുന്ന ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. വീക്കായി, എന്നെ സംബന്ധിച്ചിടത്തോളം വീക്കായി. പക്ഷേ ഈ കഴിഞ്ഞ 2 ദിവസം ഒരു സപ്പോർട്ട് എടുത്ത് നിൽപ്പുണ്ട്. ആ ഒരു സപ്പോർട്ടും കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പിടുത്തമില്ല, അതങ്ങ് താഴേക്ക് വീഴും എന്നുള്ളത് തന്നെയാണ്. 24,000 അപ്പം തന്നെ അടുത്ത 2-3 ദിവസങ്ങളുടെ ഇടയിൽ പോയി ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഓഗസ്റ്റ് 15 ഇനി 3 ദിവസത്തോളം ഉണ്ട്. സോ എങ്ങാനും വീഴുന്നു കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ വെള്ളിയാഴ്ച വരെ പോകുമോ എന്നുള്ളതാണ് അവിടുത്തെ സംഭവം. സോ ഈ ഒരു ലെവൽ ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ 24,000 ഹിറ്റ് ചെയ്യും. പിന്നെ ഈ ഓഗസ്റ്റ് 15 വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതാണ് എൻ്റെ ആദ്യത്തെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. സോ എൻ്റെ ഫസ്റ്റ് ട്രേഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് സൈഡിലേക്കാണെങ്കിൽ ഈ ഒരു ടാർജറ്റുകൾ ഒരു ടാർജറ്റ് അല്ല പറഞ്ഞത്, മൾട്ടിപ്പിൾ ടാർജറ്റ്സ് ഇതിൻ്റെ ഇടയിലുണ്ട്. 24,240 ഉണ്ട്, 24,100 ഉണ്ട്, 24,000, അതായത് 23,960 വരെയുള്ള ഒരു ലെവൽസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ലോവർ സൈഡിലത്തേക്ക് നിങ്ങളുടെ ടാർജറ്റ്സ് നോക്കിയാൽ ഇത് 3 ടാർജറ്റ്. മേളിലേക്കാണെങ്കിൽ 440, 500 പ്ലസ് അടുത്തൊരു 600 ലെവൽ നിങ്ങൾക്ക് ഹയർ സൈഡിലേക്കുള്ള ടാർജറ്റ്സ് ഉണ്ട്. സോ സിറ്റുവേഷൻ ഇത്രയേ ഉള്ളൂ. 1 ഡേ ടൈം ഫ്രെയിമിലാണ് നമ്മൾ ഈവൻ മോർ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്കുള്ള ലെവൽസ് ഉണ്ടാവും. മേളിലേക്കാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അറ്റ്ലീസ്റ്റ് ഈ ഒരു ക്യാൻഡലിൻ്റെ ഹാഫിന് മേളിൽ, അതായത് ഈ 440 മേളിലെങ്കിലും നമ്മൾ കയറിയിട്ട് ആ ഒരു ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യുക. മാന്യമായിട്ടുള്ള ലാഭം കിട്ടാനുള്ള സാധ്യത അവിടെയുണ്ട്. ഓക്കെ, കമ്മിങ് ടു സെൻസെക്സ്, അതിൻ്റെ ഏറ്റവും നല്ല സപ്പോർട്ടായിട്ടുള്ള 80,000 ബ്രീച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് വിട്ട് താഴേക്ക് വീഴുന്നിട്ടില്ല, പെർഫെക്റ്റ് സപ്പോർട്ട് എടുത്ത് അത് തിരിച്ചു വന്നു. 79,800 അതിൻ്റെ സപ്പോർട്ടെന്ന് പറയുന്നത്. അതായത് 700-നും 8,000, 79,800-നും 8,000-ൻ്റെ ഇടയിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്, സപ്പോർട്ട് ഏരിയ ഓർ റെസിസ്റ്റൻസ് ഏരിയ. ഇപ്പോൾ തിരിച്ച് കയറിയപ്പോഴും ഈ ഒരു ഏരിയയിൽ വന്നപ്പോൾ പുഷ് ചെയ്ത് താഴോട്ട് പോയി. ഈ ക്യാൻഡിൽ വന്നു, നല്ല സ്ട്രോങ് ക്യാൻഡിൽ അല്ലാത്തതുകൊണ്ട് തന്നെ വീണ്ടും ഇത് റീടെസ്റ്റ് ചെയ്തു, വീണ്ടും വന്നു, അങ്ങനെ പോയി. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഏരിയ ബ്രീച്ച് ചെയ്യപ്പെട്ടു പോയി എന്നുള്ളത് തന്നെയാണ്. ഈ ബ്രേക്കൗട്ടിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ട്രേഡ് എടുത്തത്. നല്ല 2 ട്രേഡ് നമുക്ക് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലൊരു റിക്കവറി വന്നു, അടുത്തതിൽ റിക്കവറി വന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സിറ്റുവേഷൻ. സെൻസെക്സും അത്യാവശ്യം ഒരു ഡിസൈനിങ് ട്രയാങ്കിളുടെ കണ്ടിന്യൂറ്റിയിൽ തന്നെയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇനി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഒരുപാട് പേര് ക്രൂഡ് ഓയിലിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, ഒരു മിനിറ്റ്. അതിനിടയിൽ നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഏതോ ഒരു സ്റ്റോക്കിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ്, അതും കൂടെ നമുക്ക് അതിൻ്റെ ഒരു ലെവൽസ്, കമൻസ് ഇന്ത്യ. ഓക്കെ, കമൻസ് ഇന്ത്യയിലേക്ക് നമുക്ക് വരാം. ഓക്കെ, നമ്മൾ ക്രൂഡ് ഓയിലിൻ്റെ ചാർട്ട് എടുത്ത് നോക്കിയാൽ ക്രൂഡ് ഓയിൽ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് അല്ലേ. അത് എന്തുകൊണ്ടാണ് 5,600? ഞാൻ ഒരു ഗ്രീൻ ലൈൻ വരച്ചിരിക്കുന്നത് അല്ലേ. അതായത് എപ്പോഴൊക്കെ ആ ഗ്രീൻ ലൈനിലേക്ക് എത്തുമ്പോൾ ബയ്യറും സെല്ലറും ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യാറുണ്ട്. ഇത് ഈ ഒരു ലോങ് ലെഗ്ഡ് ക്യാൻഡിൽ കാണുന്നുണ്ട്. അതായത് ആ ഏരിയയിലെത്തിയപ്പോൾ ബയ്യറും സെല്ലറും ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്തു. സെല്ലർ നന്നായിട്ട് ഫൈറ്റ് ചെയ്തു, തിരിച്ച് ബയ്യർ നന്നായിട്ട് ഫൈറ്റ് ചെയ്തു. സോ ബയ്യർ സ്ലൈറ്റ്ലി വിൻ ചെയ്ത് നിൽപ്പുണ്ട്. ഈ നമ്പറിൻ്റെ മേളിലാണ് ഡേ ക്ലോസ് ചെയ്യിക്കാൻ പറ്റിയത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. സോ ഇന്ന് ഈ ഡേ തന്നെ ഇതിൻ്റെ അകത്ത് തന്നെ സപ്പോർട്ടും റെസിസ്റ്റൻസും ഉണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ ട്രേഡ് തന്നെ ഇതിൻ്റെ അകത്ത് ഉണ്ട്, അത് നോക്കി വയ്ക്കുക. അതിന് മേളിലേക്കാണെങ്കിൽ ഈ ബോക്സ് നിങ്ങൾക്ക് കാണാൻ പറയാം. 720 റേഞ്ചിലൊരു ബോക്സ് ഉണ്ട്. താഴേക്കാണെങ്കിൽ 480 അല്ല, 500 താഴേക്ക് 440 കിടപ്പുണ്ട്. സോ ഈ ഒരു ലെവലും നിങ്ങൾക്ക് വാച്ച് ചെയ്ത് വയ്ക്കാം. പക്ഷേ ഓൾറെഡി ഈ ഒരു ഡേ തന്നെ വോളറ്റൈലായിരുന്നു, അതിൽ തന്നെ ടാർജറ്റ്സ് കിടപ്പുണ്ട്. അത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് അടുത്ത ലെവൽസ്. ഇതൊക്കെ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഒന്ന് പോസ് ചെയ്യുക, ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് ഫ്രീസ് ചെയ്തിട്ട് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം, എന്നിട്ട് ഇത് നിങ്ങളിലേക്ക് പകർക്കാം. ആ കൂടെ ഓരോ ടോപ്പിക്കിലും ഞാനൊരു 1 മിനിറ്റാണ് യൂസ് ചെയ്യുന്നത്. സോ അത് നിങ്ങൾക്ക് യൂസ് ആകും. 9 മിനിറ്റ് ആയിട്ടുണ്ടല്ലേ. ഓക്കെ, ഫൈൻ. അപ്പോൾ കമിൻസ് ഇന്ത്യയുടെ ചാർട്ട് കൂടെ കയറാം. കമിൻസ് ഇന്ത്യ. ഓക്കെ, ആവശ്യമില്ലാത്തവർക്ക് ഈ വീഡിയോ ഇതോടെ സ്കിപ്പ് ചെയ്തിട്ട് പോവാം. ഓക്കെ, കമിൻസ് ഇന്ത്യ ഒരു ബ്രേക്കൗട്ട് തന്നു. 600-ൽ തന്നെ അതിൻ്റെ ബ്രേക്കൗട്ട് ഉണ്ടായിരുന്നു. ആ ബ്രേക്കൗട്ട് തന്നിട്ടുണ്ട്. വേണമെങ്കിൽ അതിനകത്ത് എൻട്രി എടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിലെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇന്നോ നാളെയൊക്കെ മാർക്കറ്റ് വീഴുവാണെങ്കിൽ ഈ സ്റ്റോക്ക് അതിൻ്റെ കൂടെ പോയാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ ഇതൊരു കർവിങ് ആണ്. പക്ഷേ അതിൻ്റെ ഓൾ ടൈം ഹൈ ഒന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇതിൻ്റെ
ഏറ്റവും വലിയ റെസിസ്റ്റൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംപ്ലി ഇറ്റ് ഈസ് 4000 എന്നുള്ള ഒരു സിറ്റുവേഷനാണ് വരിക. സോ പൊസിഷൻ ഇപ്പോഴേ ബ്രേക്ക് ഔട്ട് ആയി എന്ന് പറഞ്ഞിട്ട് ഫുൾ ക്വാണ്ടിറ്റി എടുക്കാനൊന്നുമില്ല. ഇതാണ് ഇതിൻ്റെ റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറഞ്ഞാൽ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ചാർട്ട് കാണുമ്പോൾ എന്താണെന്നുള്ളത്. സോ ഇതിനകത്ത് പൊസിഷൻ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പൊസിഷൻ വേണമെങ്കിൽ എടുക്കാം, അല്ലാണ്ട് ഫുൾ പൊസിഷൻ എടുത്ത് വെച്ചിട്ട് ഇരിക്കാതെ. ഒന്നാമത് മാർക്കറ്റ് വീക്കാണ്. സോ ഇൻ കേസ് നല്ല സ്റ്റോക്ക് ആണെങ്കിൽ പോലും മാർക്കറ്റ് വീക്ക് ആകുമ്പോഴേക്കും സ്റ്റോക്കും കറക്റ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി നല്ല കൂടുതലാണ്. സോ ഇതൊരു എന്താ പറയുക, ഈ ക്യാൻഡിലും ഇൻഡിസിഷൻ ക്യാൻഡിലാണ്, ലോങ് ലെഗ്ഡ് ഡോജിയാണ്. സോ അതിന് തന്നെ അറിയില്ല കയറണോ വേണ്ടയോ എന്നുള്ളത്. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുക. ട്രേഡ് ചിലപ്പോൾ നമുക്ക് 3600 കിട്ടേണ്ട ട്രേഡ് ആയിരിക്കാം, ചിലപ്പോൾ 4200 മേളിലായിരിക്കും എൻട്രി എടുക്കുക. അതിൽ കാര്യമില്ല. സേഫർ സൈഡ് ഏതാണ് എന്നുള്ളത് നോക്കിയാൽ മതി. മാർക്കറ്റ് ഡൗൺ ആയിരിക്കുമ്പോൾ ഏറ്റവും സേഫർ സൈഡ് ട്രേഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ക്വാണ്ടിറ്റി കുറച്ച് വേണമെങ്കിൽ എൻട്രി എടുക്കുക എന്നുള്ളതാണ്. ഇതെൻ്റെ റെക്കമെൻഡേഷൻ അല്ല. എന്നോട് ഒരാൾ ഒരു ഐഡിയ ചോദിച്ചു, ആ ഐഡിയ ഞാൻ എന്താണെന്നുള്ളത് പറഞ്ഞു തരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാനൊരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. സ്റ്റോക്കിൻ്റെ ഐഡിയാസ് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാൻ എടുക്കുന്നു, ഞാൻ എടുത്തപ്പോൾ എന്താണ് ഐഡിയ ഞാൻ അതിനകത്ത് കണ്ടത് അത് ഞാനവിടെ ജസ്റ്റ് ഈ ചാർട്ടുകൾ നോക്കിക്കോളൂ. ആ ചാർട്ടിനകത്ത് കുറേ ഐഡിയാസ് കാണുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ അവിടെ പറയുക. അത് നിങ്ങളെടുത്ത് വെച്ച് നിങ്ങളുടെ ചാർട്ട് അനാലിസിസ് ചെയ്തിട്ട് നിങ്ങൾക്കത് കാണുന്നുണ്ട്, ഇല്ല നിങ്ങൾക്കത് വാലിഡ് അല്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടേതായ സ്വന്തം ഡിസിഷൻ എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാനാണെങ്കിൽ ഇതിനകത്ത് പേഴ്സണലി കറൻ്റ്ലി ഈ ഒരു പ്രൈസിൽ എടുക്കത്തില്ല. പകരം ഞാൻ ഈ ഒരു ലെവലിൽ എവിടെയെങ്കിലും എടുത്തേനെ, ഒരു 3400 പ്ലസ് എടുത്തിട്ട് ഇതിനെ വെയിറ്റ് ചെയ്തിരുന്നേനെ. അങ്ങനെ ഒരു പൊസിഷൻ ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. സോ ഇതിന് ശേഷം ഞാൻ ഈ ഒരു ലെവലിലായിരിക്കും എൻ്റെ എൻട്രി എടുക്കുക. 200 റേഞ്ചിൽ 4200 മേളിലായിരിക്കും എൻ്റെ പേഴ്സണൽ ചോയ്സ് എന്ന് പറയുക. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിനകത്ത് ചോദിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യാൻ കൊള്ളാവുന്നതാണെങ്കിൽ സജസ്റ്റ് ചെയ്യുക. വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. സോ ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്, ബൈ.